ഹായ് ഫ്രണ്ട്സ്, ഡ്രീം ജോബ്സ് ഗൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഇതിൽ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. റെയിൽവേയിൽ വന്നിട്ടുള്ള ഒഴിവാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. റെയിൽവേയിൽ 3993 ജൂനിയർ എഞ്ചിനീയർ, യോഗ്യത എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഓർ ഡിഗ്രി. തിരുവനന്തപുരം RRBയിൽ 101 ഒഴിവ്. ഇന്ത്യൻ റെയിൽവേയിൽ ജൂനിയർ എഞ്ചിനീയർ ഓർ ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട് തസ്തികയിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. രാജ്യത്തെ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളിലായി RRB 3993 ഒഴിവുണ്ട്. ഇതിൽ 101 ഒഴിവ് തിരുവനന്തപുരം RRBയിലാണ്. എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ബിരുദം ഓർ ഡിപ്ലോമക്കാർക്കാണ് അവസരം. വിവിധ വിഷയങ്ങളിലായാണ് ഒഴിവുകൾ. അടിസ്ഥാന ശമ്പളം 35,400 രൂപ, പുറമെ മറ്റ് അലവൻസുകളും. യോഗ്യത മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, സിവിൽ എന്നിവയിലോ അനുബന്ധ വിഷയങ്ങളിലോ ഇവയുടെ കോമ്പിനേഷനുകളിലോ നേടിയ ത്രിവത്സര എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഓർ ഡിഗ്രി അല്ലെങ്കിൽ ത്രിവത്സര BSc സിവിൽ എഞ്ചിനീയറിംഗ് ഫൈനൽ പരീക്ഷയുടെ ഫലം കാത്തിരിക്കുന്നവർ അപേക്ഷിക്കാൻ അർഹരല്ല. എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി വിഷയങ്ങൾ: മെക്കാനിക്കൽ, പ്രൊഡക്ഷൻ, ഓട്ടോമൊബൈൽ മാനുഫാക്ചറിംഗ്, മെക്കാട്രോണിക്സ്, ഇൻഡസ്ട്രിയൽ, മെഷീനിങ്, ടൂൾസ് ആൻഡ് മെഷീനിങ്, ടൂൾസ് ആൻഡ് ഡൈ മേക്കിംഗ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ, കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, സിവിൽ. പ്രായം 18 മുതൽ 33 വയസ്സ് വരെയാണ്. അപേക്ഷകർ 1/1/2009 ശേഷമോ 2/1/1994 മുൻപോ ജനിച്ചവരായിരിക്കരുത്. 2 തീയതികളും ഉൾപ്പെടെ. ഉയർന്ന പ്രായപരിധിയിൽ SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവുണ്ട്. ഭിന്നശേഷിക്കാർക്ക് ജനറൽ 10 വർഷം, SC or ST 15 വർഷം, OBC NCL 13 വർഷം എന്നിങ്ങനെയാണ് ഇളവ്. വിമുക്ത ഭടന്മാർക്കും നിയമാനുസൃത ഇളവ് ലഭിക്കും. വിധവകൾക്കും പുനർവിവാഹിതരാവാത്ത വിവാഹമോചിതകൾക്കും 35 വയസ്സ് വരെ, SC or ST 40, OBC 38 വരെ അപേക്ഷിക്കാം. തിരഞ്ഞെടുപ്പ് 2 ഘട്ടങ്ങളായുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ, CBT-1, CBT-2, സർട്ടിഫിക്കറ്റ് പരിശോധന, മെഡിക്കൽ പരിശോധന എന്നിവ നടത്തിയായിരിക്കും തിരഞ്ഞെടുപ്പ്. 1ഉം 2ഉം ഘട്ട പരീക്ഷകൾ ഒബ്ജക്റ്റീവ് ടൈപ്പ്, മൾട്ടിപ്പിൾ ചോയ്സ് മാതൃകയിലായിരിക്കും. ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളം ഉൾപ്പെടെയുള്ള വിവിധ പ്രാദേശിക ഭാഷകളിലും ചോദ്യങ്ങൾ ലഭിക്കും. പരീക്ഷ: 1ാം ഘട്ട പരീക്ഷയ്ക്ക് 1.5 മണിക്കൂറാണ് പരീക്ഷാ സമയം. സ്ക്രൈബിൻ്റെ സഹായം ആവശ്യമുള്ളവർക്ക് അരമണിക്കൂർ അധികം ലഭിക്കും. 100 ചോദ്യങ്ങൾ ഉണ്ടാവും. മാത്തമാറ്റിക്സ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ്, ജനറൽ അവയർനെസ്, ജനറൽ സയൻസ് എന്നിവയാണ് വിഷയങ്ങൾ. തെറ്റുത്തരത്തിന് 1/1 നെഗറ്റീവ് മാർക്കുണ്ടാവും. 1ാം ഘട്ട പരീക്ഷ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇതോടൊപ്പമുള്ള പട്ടികയിൽ ചേർത്തിട്ടുണ്ട്. 1ാം ഘട്ട പരീക്ഷയിൽ മാത്സ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ്, ജനറൽ അവയർനെസ്, ജനറൽ സയൻസ് ഇത്രയും സബ്ജക്റ്റാണ് ഉള്ളത്. ഇതിൽ മാത്തമാറ്റിക്സ് 30 ചോദ്യങ്ങൾ 30 മാർക്കിനും, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് 25 ചോദ്യങ്ങൾ 25 മാർക്കിനും, ജനറൽ അവയർനെസ് 15 ചോദ്യങ്ങൾ 15 മാർക്കിനും, ജനറൽ സയൻസ് 30 ചോദ്യങ്ങൾ 30 മാർക്കിനും. അങ്ങനെ മൊത്തം 100 മാർക്കിനാണ്. 90 മിനിറ്റാണ് സമയം. 1ാം ഘട്ട പരീക്ഷയിൽ ഒഴിവുകളുടെ എണ്ണത്തിന്റെ 15 ഇരട്ടി പേരെയാണ് മാർക്ക് അടിസ്ഥാനത്തിൽ 2ാം ഘട്ട പരീക്ഷയിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. 2ാം ഘട്ട പരീക്ഷ 150 മാർക്കിനായിരിക്കും. 150 ചോദ്യങ്ങളുണ്ടാവും. ജനറൽ അവയർനെസ്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻസ്, ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ, ടെക്നിക്കൽ എബിലിറ്റീസ് എന്നിവയായിരിക്കും ചോദ്യവിഷയങ്ങൾ. പരീക്ഷാ ഫീസ് വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കും SC or ST വിഭാഗക്കാർക്കും മതന്യൂനപക്ഷങ്ങളിൽ പെട്ടവർക്കും വിമുക്ത ഭടന്മാർക്കും കുടുംബത്തിന്റെ വാർഷിക വരുമാനം 50,000 രൂപയിൽ താഴെയായവർക്കും EBC വിഭാഗക്കാർ 250 രൂപയാണ് ഫീസ്. ഇവർ 1ാം ഘട്ട പരീക്ഷ എഴുതിയാൽ മുഴുവൻ തുകയും തിരികെ നൽകും. ഈ വിഭാഗങ്ങളിൽ ഒന്നും ഉൾപ്പെടാത്തവർക്ക് 500 രൂപയാണ് ഫീസ്. ഇവർ 1ാം ഘട്ട പരീക്ഷ എഴുതിയാൽ 400 രൂപ തിരികെ നൽകും. ഓൺലൈനായാണ് ഫീസ് അടയ്ക്കേണ്ടത്. സെപ്റ്റംബർ 15, 2026 വരെ ഫീസ് അടയ്ക്കാം. അപേക്ഷ ഓൺലൈനായി അപേക്ഷിക്കണം. വെബ്സൈറ്റ് ലിങ്കിലൂടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. ഒരാൾക്ക് ഒരു RRBയിലേക്ക് മാത്രമേ അപേക്ഷ നൽകാനാവൂ. തത്സമയ ഫോട്ടോ, ഒപ്പ് എന്നിവ വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള മാതൃകയിൽ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം. വിശദ വിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം 4/2026 എന്ന നമ്പറിൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. RRB വെബ്സൈറ്റ് rrb.indianrailways.gov.in എന്ന വെബ്സൈറ്റാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 13, 2026. അപേക്ഷയിൽ തിരുത്തൽ വരുത്തേണ്ടവർക്ക് നിർദ്ദിഷ്ട ഫീസോടുകൂടെ സെപ്റ്റംബർ 16 മുതൽ 25 വരെ അവസരം ലഭിക്കും.
പ്രധാന തീയതികൾ നോക്കുകയാണെങ്കിൽ ഡേറ്റ് ഓഫ് ഇൻഡിക്കേറ്റീവ് നോട്ടീസിന് എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ വന്ന ഡേറ്റ് 25 ജൂലൈയിലായിരുന്നു. അപ്ലിക്കേഷൻ അയക്കാൻ തുടങ്ങുന്നത് 14 ഓഗസ്റ്റ് 2026 മുതൽ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 13 സെപ്റ്റംബർ രാത്രി 12 മണി വരെയാണ്. ലാസ്റ്റ് ഡേറ്റ് അപ്ലിക്കേഷൻ ഫീ അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 15 സെപ്റ്റംബർ വരെയുണ്ട്. മോഡിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കറക്ഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ സാധിക്കുന്നത് സെപ്റ്റംബർ 16 മുതൽ 25 വരെയാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുത്ത ഡീറ്റെയിൽസും പിന്നെ RRB സെലക്ട് ചെയ്തതും അത് രണ്ടും മാറ്റാൻ സാധിക്കില്ല. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. സ്ക്രൈബ് എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് സ്ക്രൈബ് ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നത് സെപ്റ്റംബർ 26 മുതൽ 30 വരെയാണ്. വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള യോഗ്യതയുള്ള എല്ലാ കാൻഡിഡേറ്റ്സും അപ്ലൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.